ഹലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ കുറേ വർഷമായിട്ട് കാത്തിരുന്ന എൻ്റെ ചേട്ടൻ്റെ റിസപ്ഷനാണിത്. അപ്പോൾ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്ന് റിസപ്ഷനാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഹീറ്റ്ലെസ് കേൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ ഹെയറൊക്കെ ഒന്ന് അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്കാർഫ് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ മോളിക്ക് വെച്ച് കെട്ടുകയാണ് ചെയ്തത്. അപ്പം നല്ല കേളി ആയിട്ടുണ്ടായിരുന്നു ഹെയർ. ഇതാ കണ്ടോ, ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല കേളായി, നല്ല വോളിയം ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇങ്ങനെയാണ്. അപ്പം എൻ്റെ സാരി ഇതാണ് കേട്ടോ. ഞാൻ ഇന്ന് ഈ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ ഹെയർ കുറച്ച് ഇങ്ങനെ മോളിക്കായിട്ട് പിടിച്ചിങ്ങനെ കെട്ടുകയാണ് ചെയ്തത് ഫ്രണ്ടിൽ നിന്നൊക്കെ. എന്നിട്ട് ഒരു ബോ കൂടി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ബോ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് ബ്ലൗസ് തുന്നാൻ കൊടുത്തപ്പോൾ അതിൻ്റെ കുറച്ച് തുണിയെങ്കിലും ബാക്കി വേണം ചേച്ചി പറഞ്ഞിട്ട് ആ ചേച്ചി അപ്പോൾ ഇങ്ങനെ ബ്ലൗസിൻ്റെ കുറച്ച് പീസ് ബാക്കി വെച്ചതാണ് നെറ്റ്. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടൊരു ബോ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ സാരിക്ക് നല്ല മാച്ചിങ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അത്ര വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴുത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഉള്ള ഒരു ചെറിയ ചെയിൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വള ഇട്ടുണ്ടായിരുന്നു കേട്ടോ. വള എനിക്ക് ഇത്ര മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. ഞാൻ വേറെ പോയിട്ട് മേടിക്കട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു വള. അതുകൊണ്ട് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മാച്ചിങ് ആയിട്ട് നല്ല മാച്ചിങ് ആയിട്ടുള്ള വള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് മാച്ചിങ് വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിങ്ക് ആയതുകൊണ്ട് ഒപ്പിക്കാട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ ഒരു നെറ്റിൻ്റെ സാരി തന്നെ ആഗ്രഹിച്ച് പോയതാണ്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അപ്പോൾ തന്നെ അത് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് പോയത്. കാരണം ഞാനാണ് നാത്തൂൻ, എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് പോയി കേട്ടോ. അപ്പം വള മാത്രം ഇത്തിരി മാച്ചിങ് അല്ലാത്ത പോലെ തോന്നി. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ബോ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിങ്ക് കളർ ഈ നെറ്റിൻ്റെ സാരി. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. ബോ ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നെറ്റിൻ്റെ സാരിയൊക്കെ. അപ്പോൾ അതാ ഉണ്ണി റെഡി ആയിട്ടിരിക്കുകയാണ്. ഉണ്ണി കണ്ണടൊക്കെ ഇട്ടിട്ടുണ്ട്, പുതിയ ഡ്രസ്സും ജീൻസും ഒക്കെ ഇട്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോവാണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എത്തിയിട്ട് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ഉണ്ണി നല്ല ഹാപ്പി ആയിരുന്നു. കാരണം പുതിയ ഡ്രസ്സും കുറേ ആൾക്കാരെ കാണേണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ ഓഡിറ്റോറിയമൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോഴേക്ക് ഇതാ ചെക്കനും പെണ്ണും ഇപ്പോൾ എത്തണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് അവരെത്തിയത്. അവർ നല്ല സുന്ദരന്മാരായിട്ടാണ് എത്തിയത്. അപ്പോൾ ഞാൻ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ കൊടുക്കാൻ പറഞ്ഞു ക്യാമറ ആൾക്കാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബൊക്കെയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കിയിട്ട് ചിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്ത് അവരെ രണ്ടുപേരെയും സ്വീകരിച്ചു. അവർ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ എന്നെ നോക്കിയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി, അതായത് ചെക്കൻ്റെ അമ്മ. ചേച്ചിയാണ് എന്നെ യൂട്യൂബിലേക്ക് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ ചേച്ചി ഇതുവരെ ഫോട്ടോയിലൊന്നും വന്നിട്ടില്ല, എൻ്റെ ചാനലിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഒരാളിനെ കണ്ടു. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് രശ്മി രമേശ്, യൂട്യൂബറാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചേച്ചിനെ കണ്ടതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. പറയൂ, എന്താ പറയണ്ടേ? ഞാൻ കണ്ടതിന്റെ സന്തോഷത്തിലാണ്. എന്താ പറയണ്ടെന്ന് എനിക്കറിയാം. എന്നെ പോലെ ഉള്ള ഒരാളെ എനിക്ക് ആരെങ്കിലും കാക്കോ? ആദ്യമായിട്ട് എന്നെ കാത്ത ഒരാളാണിത്. ആയിക്കോട്ടെ, ഞാനില്ല കണ്ടോ അവിടെ എന്നെ മറച്ചു പിടിക്കണുണ്ടോ? ഞങ്ങള് അപ്പോൾ ഇതാണ് രശ്മി ചേച്ചി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, ചേച്ചി ഞങ്ങളെ റിലേറ്റീവ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഹാപ്പിയായി തിരിച്ചു വന്നു. അപ്പോൾ ചേച്ചീനെ കണ്ടതിന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ ചേച്ചി പറയും എന്നൊക്കെ കാത്തിട്ട് ആരെങ്കിലും നിൽക്കുമോ? അപ്പോൾ നിങ്ങളൊന്ന് നോക്കി വെക്കൂ രശ്മി രമേശ്. കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും.
യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വീട് കാണാൻ അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ സാരി എടുത്തതല്ലേ അതിച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോഴേക്കും ആകെ ടയേർഡായി. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അല്ലേ നമുക്ക് ഭാവിയിൽ ഓരോ മെമ്മറീസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു എല്ലാവരുടെ കൂടെ. അങ്ങനെ അടിച്ച് പൊളിച്ച് വന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ന്യൂ ഫാമിലി മെമ്പർ കേട്ടോ. ചിക്കു എന്നാണ് പേര്, ചിക്കു എന്നാണ് വിളിക്കുക. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ വേഗം തിരിച്ച് വന്നു കേട്ടോ. ഇനി വരുമ്പോൾ ഡ്രസ്സൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലായിടത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.